എല്ലാവർക്കും ടെക്ലേ മലത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് വിവോയുടെ സ്മാർട്ട് ഫോൺസിന്റെ ഒരു കമ്പാരിസൺ ആണ്. ഒന്ന് നമ്മുടെ വിവോ X300 FE, നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ X300 FE. വേറെ ഒന്ന് നമ്മുടെ വിവോ X200T. ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ സ്പെക്സിംഗ് ആണത്തെ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ X300 FE നമ്മുടെ X സീരീസ് വെച്ച് നോക്കുവാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത്. ചെറിയ സ്മാർട്ട് ഫോണാണ്, കോമ്പാക്ട് സ്മാർട്ട് ഫോണാണ്. 8.2 mm മാത്രമാണ് തിക്നെസ് വരുന്നുള്ളൂ. 190 gram വെയിറ്റ്. പ്രീമിയം ബിൽഡാണ് വരുന്നത്. ഗ്ലാസ് ബാക്ക്, അലുമിനിയം ഫ്രെയിം, IP68-69 റേറ്റിംഗ് ആണ് വരുന്നത്. അതേസമയം നമ്മൾ X200T നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ X സീരീസിലെ സെയിം ഡിസൈനാണ് വരുന്നത്. നമ്മുടെ X200, X300 ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. 8 mm ആണ് തിക്നെസ് വരുന്നത്. 205 gram വെയിറ്റ്. സെയിം ബിൽഡാണ്, നല്ല പ്രീമിയം ബിൽഡാണ്. ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. അലുമിനിയം ഫ്രെയിം, IP68-69 റേറ്റിംഗ്. നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് സ്മാർട്ട് ഫോൺ ആണ് വേണ്ടതെങ്കിൽ X300 FE ആയിരിക്കും ബെറ്റർ സ്മാർട്ട് ഫോൺ. X200T എന്ന് പറയുന്നത് ടിപ്പിക്കൽ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ തന്നെ ടിപ്പിക്കൽ സൈസിലാണ് വരുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമ്മൾ X300 FE വരുമ്പോൾ നമുക്കൊരു 6.31 ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് 1.5K 120 Hz 10-bit LTP AMOLED ആണ് വരുന്നത്. 5000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. 2160 Hz സ്പീഡബിൾ ഡിമ്മിങ്, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. അതേസമയം X200T നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു വലിയ സ്മാർട്ട് ഫോണാണ്. 6.67 ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് 1.5K 120 Hz 10-bit LTP AMOLED ആണ്. സോ LTP അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. 5000 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. 2160 Hz സ്പീഡബിൾ ഡിമ്മിങ്, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. പിന്നെ ഷോർട്ട് സെൻസേഷൻ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ അഡ്വാൻസ് ടെക്നോളജിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് X300 FE ആണ്. അവിടെ LTP ആണെങ്കിൽ നമ്മുടെ X200T വരുമ്പോൾ LTPS ആണ്. പിന്നെ ഇച്ചിരി ചെറിയ ഡിസ്പ്ലേയും കൂടിയാണ്. അതുകൊണ്ട് നല്ല ഹയർ PPI നമുക്ക് കിട്ടും. പിന്നെ രണ്ട് സ്മാർട്ട് ഫോൺ ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. സോ നിങ്ങൾക്ക് വലിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ X200T തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആണെങ്കിൽ X300 FE. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ X300 FE വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് ആണ് കൊടുത്തിട്ടുണ്ട്. LPDDR5X അൾട്രയും UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത്. അതേസമയം X200T ഡൈമെൻസിറ്റി 9400+ ആണ്. കഴിഞ്ഞ ജനറേഷൻ ഫ്ലാഗ്ഷിപ്പ് മീഡിയാടെക് ചിപ്സെറ്റ് ആണ് വരുന്നത്. LPDDR5X റാമും UFS 4.1 സ്റ്റോറേജ് ആണ് വരുന്നത്. ഈ രണ്ട് സ്മാർട്ട് ഫോൺ സുഖമായിട്ട് നമുക്ക് 120 FPS ഗെയിം കളിക്കാൻ പറ്റും. ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഹീറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ കൺട്രോൾഡ് നമ്മുടെ X200T കാരണം മോർ സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനോട് ബെറ്റർ ആയിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം X300 ചെറിയ സ്മാർട്ട് ഫോൺ ആണ്. സോ ഹീറ്റിംഗ് എക്സ്പെക്റ്റഡ് ആണ്. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ X300 നമുക്ക് 3 മില്യൺ വരെ എത്തുന്നുണ്ട്. 30,82,388. CPU 9,73,072. GPU 10,61,022 ആണ്. അതേസമയം നമ്മുടെ X200T 28,74,956. CPU 8,69,347. GPU 10,15,558. നിങ്ങൾ ഈ ആക്റ്റീവ് സ്കോർ കണ്ടിട്ട് GPU പെർഫോമൻസ് നമ്മുടെ X300 സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണെന്ന് വിചാരിക്കരുത്. കാരണം ഡൈമെൻസിറ്റി 9400+ന്റെ GPU ഇതിനേക്കാളൊക്കെ പവർഫുൾ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 3D മാർക്ക് വൈൽഡ് ലൈഫ് എക്സ്ട്രീം അല്ലെങ്കിൽ കമ്പ്യൂട്ട് സ്കോർ, ഗിഗ്ബിൻ കമ്പ്യൂട്ട് സ്കോർ ഒക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. 20% അടുത്ത ഡിഫറൻസ് വരുന്നുണ്ട്. സോ മോർ പവർഫുൾ GPU ഡൈമെൻസിറ്റി 9400+ന്റെ ആണ്. ആൻഡ്രോയിഡ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. OS നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിനും സെയിം ആണ്. ഒറിജിനൽ 6, ആൻഡ്രോയിഡ് 16 ഔട്ട് ഓഫ് ദ ബോക്സ്. 5 വർഷം അപ്ഡേറ്റും 7 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. ഇഷ്ടംപോലെ AI ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് X300 നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പുറകെ വരുന്നത്. പ്രൈമറി നമുക്ക് നമ്മുടെ വിവോ V60, നമ്മുടെ വിവോ V70 Elite, നമ്മുടെ T4 Ultra എല്ലാം വന്ന സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 50 MP f1.6 ആപ്സ് വരുന്ന സോണി IMX 921 ആണ്. 1/1.56 ഇഞ്ച് സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8K 30fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഒരു 50 MP f2.7 ആപ്സ് വരുന്ന സോണി IMX 882 ആണ് വരുന്നത്. 1/1.95 ഇഞ്ച് സെൻസറാണ്. 3x ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. പെരിസ്കോപ്പ് ആണ്. 4K 60fps. തേർഡ് നമുക്കൊരു 8 MP f2.2 അൾട്രാ ആണ്. 1080p 30fps. ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് 8 MP അൾട്രാവൈഡ് എന്തിനാണ് അവർ കൊടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ സെൽഫി ഇച്ചിരി അപ്ഗ്രേഡ് ആണ്. 50 MP f2.0 ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന സെൽഫി ക്യാമറ ആണ്. 4K 60fps. സെൽഫി അത്യാവശ്യം നല്ല തന്നെയാണ്. അതേസമയം X200T ഓൾമോസ്റ്റ് സെയിം ക്യാമറ സെറ്റപ്പ് ആണ്. 50 MP f1.6 ആപ്പ് വരുന്ന സോണി IMX 921. 1/1.56 ഇഞ്ച് സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60fps ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആപ്പച്ചറിലാണ്. 50 MP f2.6 ആപ്പച്ചറാണ്. ഇച്ചിരി വൈഡർ ആപ്പച്ചറാണ് നമുക്ക് X200T വരുന്നത്. സെയിം സെൻസർ സോണി IMX
882 തന്നെയാണ് വരുന്നത്. 3x ടെലിഫോട്ടോ തന്നെയാണ് ഇവിടെ വരുന്നത്. പെരിസ്കോപ്പ് 4K 60 fps. ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 50 മെഗാ പിക്സൽ f2.0 സാംസങ് Gen 5 അൾട്രാവൈഡ് വരുന്നുണ്ട് 4K 60 fps. സെൽഫി ഒരു ഡൗൺ ഗ്രേഡ് ആണ്, 32 മെഗാ പിക്സൽ ആണ് വരുന്നത്. f2.0 സെൽഫി 4K 60 fps. ഇവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് X200Tയിൽ അൾട്രാവൈഡും 50 മെഗാ പിക്സൽ തന്നെ വരുന്നുണ്ട്. സോ അതുതന്നെ നല്ലൊരു വെർസറ്റൈൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നത് ബെറ്റർ ഒരു ഓവറോൾ ക്യാമറ വെച്ച് നോക്കുവാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ നമ്മുടെ X200T തന്നെയായിരിക്കും. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ X300FEയിൽ ലാസർ ബാറ്ററിയാണ്. 6500 mAh ബാറ്ററി കിട്ടുന്നുണ്ട്, ബോക്സിൽ കിട്ടും. 90 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. 0-100% 60 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. 40 വാട്ട്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം X200T ആണെങ്കിൽ 6200 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. 0-100% 50 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. സെയിം 40 വാട്ട് വയർലെസ് ചാർജിങ്ങും ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പ് എന്തുകൊണ്ടും നമുക്ക് X300FE തന്നെയായിരിക്കും. ഒന്ന് ചെറിയ സ്മാർട്ട് ഫോൺ ആണ്, പിന്നെ LTPO ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ലാസർ ബാറ്ററി കൂടിയാണ്. കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും സെയിം തന്നെയാണ്. 17 5G ആണ് രണ്ടിലും വരുന്നത്. Wi-Fi 7, Bluetooth 5.4, NFC, IR ബ്ലാസ്റ്റർ രണ്ടിലും ഈസിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB Type-C 2.0 ഒക്കെ മാറുന്ന സമയം കഴിഞ്ഞ് എന്തുകൊണ്ടാണ് പിന്നെ അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. പ്രൈസ് ആണ് മോനെ അടുത്ത്, ഇതാണ് വലിയൊരു ഡിഫറൻസ് വരുന്നത്. രണ്ടിൻ്റെയും വേരിയൻ്റ് ഒക്കെ സെയിം ആണ്. 12256, 12512 ആണ്. നമ്മുടെ X300FEയുടെ പ്രൈസ് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 80,000 രൂപ 12256-ന്, 12512-ന് 90,000 രൂപ. അതേസമയം നമ്മുടെ X200Tയുടെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 20,000 രൂപ വ്യത്യാസമുണ്ട് X200Tയും X300FE ആയിട്ട്. X200Tക്ക് 12GB 256-ന് 60,000 രൂപയും 12GB 512-ന് 70,000 രൂപയും. ഇതിൻ്റെ ഏറ്റവും കൂടി വേരിയന്റിന് എന്നാൽ പോലും നമ്മുടെ 10,000 രൂപ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ X300FEയുടെ ബേസ് വേരിയന്റ് ആയിട്ട്. സോ ഒബിയസ്ലി എനിക്ക് ഇത്തിരി ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത് X200T തന്നെയാണ്. നിങ്ങൾക്ക് ആ ചാൻസ് കിട്ടുവാണെങ്കിൽ X200T തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനിൽ X200T കിട്ടത്തില്ല. ഞാൻ പെൻഡയിൽ പോയി, മൈജിയിൽ പോയി, എല്ലായിടത്തും പോയിട്ട് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പോയാണ്. അപ്പോൾ അവന് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് X200T ഇല്ല. സോ ഓൺലി ഓൺലൈൻ മാത്രമേ X200T കിട്ടത്തുള്ളൂ. ഓഫ്ലൈനിൽ നമുക്ക് വിസോൻ്റെ എലീറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. X300 അങ്ങനത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഫോണും കിട്ടും X300FE. ഇപ്പോൾ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ, അപ്പോൾ കിട്ടും. പിന്നെ ലാസ്റ്റ് വിസോൻ്റെ എലീറ്റ് എടുക്കേണ്ടി വന്നു. വേറെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോസ്റ്റ്ലി മൈജിയിലൊന്നും കുറേ ഫോണുകളൊന്നും ഇല്ല. നത്തിങ് ഇല്ല, മോട്ടോ ഇല്ല. മോട്ടോ സിഗ്നേച്ചർ എടുക്കാന്ന് വെച്ച് പോയി അതും കിട്ടിയില്ല. ഇതിൻ്റെ രണ്ടും കമ്പാരിസൺ നോക്കിയപ്പോൾ ഒബിയസ്ലി X200T ഈസ് എ മച്ച് ബെറ്റർ പ്രൊഡക്റ്റ് ആണ്. ഓവറോൾ ഒരു എന്താ പറയുക, ഡിസ്പ്ലേ അടിപൊളിയാണ്, ബിൽഡ് അടിപൊളിയാണ്, പെർഫോമൻസ് നല്ലതാണ്, ക്യാമറ മച്ച് ബെറ്റർ വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു ക്യാമറയാണ്, പിന്നെ ബാറ്ററി അത്യാവശ്യം ഉണ്ട്. എല്ലാം കൊണ്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ് X200T. 60,000 പ്രൈസാണ് വരുന്നത്. ആ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുക്കാൻ സ്മാർട്ട് ഫോൺ തന്നെയാണ് കിട്ടുന്നത്. സോ നിങ്ങൾ X300FE ഒഴിവാക്കുക. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ കമ്പാരിസൺ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നെക്സ്റ്റ് വീഡിയോ കാണാം.